ഹായ് ഗായ്സ്, എല്ലാവർക്കും MRKChessന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളെല്ലാവരും ഇപ്പോൾ വെക്കേഷനിലോട്ടൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇതൊരു ബിഗിനർ ചെസ് പ്ലേയേഴ്സ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കൊട്ടും സമയം കളയാതെ കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് ചെസ് ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലെ കോണ്ടന്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ചെസ് നൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ട്. പക്ഷെ നമ്മൾ ആ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നില്ല, നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെസ് പീസുകൾ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ചെസ് ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെസ് ബോർഡിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് പഠിക്കണം. ഒരു ചെസ് ബോർഡ് എന്ന് പറയുന്നത് 64 കളങ്ങളാണ് ഒരു ചെസ് ബോർഡിൽ വരുന്നത്. അപ്പം ഈ ഒരു ചെസ് ബോർഡിൽ 64 കളങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ പരിഗണിക്കേണ്ടത് വൈറ്റിനെയാണ്. വൈറ്റിൻ്റെ ഈ വലത് സൈഡിലുള്ള സ്ക്വയർ എന്തായിരിക്കണം? വൈറ്റിൻ്റെ വലത് സൈഡിലുള്ള സ്ക്വയർ എപ്പോഴും വൈറ്റ് സ്ക്വയർ ആയിട്ട് ഇരിക്കണം. അതാണ് കേട്ടോ നിയമം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡിലോട്ട് ജസ്റ്റ് നോക്കിയാൽ ഈ ഒരു കിങ്ങിനെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പൊസിഷൻ ഒന്ന് നോക്കിയേ. അത് വൈറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്ക്വയർ ആണ്. അതായത് സ്ക്വയർ ആണ്, വൈറ്റ് സ്ക്വയർ തന്നെയല്ലേ. അപ്പം ഈ ഒരു സ്ക്വയറിലോട്ട് വൈറ്റിൻ്റെ റൂക്കാണ് വരേണ്ടത്. ഈ ഒരു സ്ക്വയറിൽ വൈറ്റിൻ്റെ റൂക്ക് വന്നു കഴിഞ്ഞാൽ തൊട്ട് ബ്ലാക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്ക്വയറിലും ബ്ലാക്കിൻ്റെ റൂക്കും വരണം. അപ്പോൾ നമുക്ക് അവിടെ ബ്ലാക്കിൻ്റെ റൂക്കിനെയും എടുത്ത് വയ്ക്കാം. അതായത് വൈറ്റിൻ്റെ റൂക്കിൻ്റെ തൊട്ടടുത്ത സ്ക്വയറിൽ നൈറ്റാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്വയറിലേക്ക് ഒരു നൈറ്റിനെയും എടുത്ത് വയ്ക്കുകയാണ്. ആ ഒരു നൈറ്റിൻ്റെ തൊട്ടടുത്ത സ്ക്വയറിലോട്ട് വരേണ്ടത് ബിഷപ്പാണ് കേട്ടോ. ഈ ഒരു ബിഷപ്പ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പിൻ്റെയും ക്വീനിൻ്റെയും നടുവിലായിട്ടാണ് കിങ് വരേണ്ടത്. ഈ കിങ്ങിൻ്റെ പൊസിഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകളുടെയും ഈ കിങ്ങിൻ്റെ പൊസിഷൻ തല തിരിഞ്ഞു പോകാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പലരും കിങ്ങിനെയും ക്വീനെയും പ്ലേസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല തല തിരിച്ചാണ് ചെയ്യേണ്ടത്. കിങ് ഇവിടെയും ക്വീൻ ഇവിടെയുമാണ് വരുന്നത്. അത് മനസ്സിലാക്കാനുള്ള സംവിധാനം എന്ന് പറയുന്നത് വൈറ്റിൻ്റെ കിങ് എപ്പോഴും ഒരു ബ്ലാക്ക് സ്ക്വയറിലായിരിക്കും, ബ്ലാക്കിൻ്റെ കിങ് എപ്പോഴും ഒരു വൈറ്റ് സ്ക്വയറിലായിരിക്കും. വൈറ്റിൻ്റെ കിങ്ങിൻ്റെ തൊട്ട് വലത്ത് സൈഡിൽ വൈറ്റ് ബിഷപ്പും വേണം, എടുത്ത സൈഡ് ക്വീനും വേണം. ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ അടുത്ത് ജസ്റ്റ് നോക്കാം. ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് വേണം? ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ അടുത്ത് എടുക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഇത് കുറച്ച് സെറ്റ് ചെയ്ത് വരണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കുന്നത്. അത് സ്കിപ്പ് ചെയ്ത് പോലെ ഓക്കെ ഇതുപോലെ വരണം. അതായത് ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ ഇടത് സൈഡിൽ ബ്ലാക്ക് ബിഷപ്പും വലത് സൈഡിൽ ക്വീനും വരുന്ന രീതിയിലാവണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പീസിനെ സെറ്റ് ചെയ്യാം. ക്വീൻ വെച്ച് കഴിഞ്ഞാൽ ക്വീൻ്റെ തൊട്ടടുത്ത് വരേണ്ടത് വീണ്ടും ബിഷപ്പ് തന്നെയാണ് കേട്ടോ. ബിഷപ്പ് വരുന്നു, ആ ബിഷപ്പിൻ്റെ അടുത്ത് വീണ്ടും നൈറ്റ് വരുന്നു, നൈറ്റിൻ്റെ അടുത്ത് വീണ്ടും എന്ത് വരുന്നു? റൂക്കും വരുന്നു. ഓക്കെ, ഇപ്പോൾ 8 പീസുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 8 പീസുകളുടെയും മുൻപിൽ എന്ത് വരണം? പോണുകളും വരണം. ഈ ഒരു പോണുകളും കൂടി ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെസ് ബോർഡ് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്കിൻ്റെതും കൂടി സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, 2 സൈഡിലും റൂക്കുകൾ വരണം. റൂക്കുകളുടെ തൊട്ടടുത്ത് തന്നെ എന്ത് വരണം? നൈറ്റ് വരണം. ഓക്കെ, നൈറ്റിൻ്റെ തൊട്ടടുത്ത് എന്ത് വരണം? ബിഷപ്സ് വരണം. ഓക്കെ, എന്നിട്ട് ഈ ഒരു പീസുകളുടെ എല്ലാ മുൻവശത്ത് പോണുകളും വരണം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ചെസ് ബോർഡ് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുൻപിലെ റോയിൽ എപ്പോഴും പോണുകളായിരിക്കും ഉണ്ടാവുക. 2 സൈഡിലും റൂക്കുകളായിരിക്കും. റൂക്കുകളുടെ തൊട്ടടുത്ത് നൈറ്റ് ആയിരിക്കും. നൈറ്റിൻ്റെ തൊട്ടടുത്ത് ബിഷപ്പ് ആയിരിക്കും. ബിഷപ്പിൻ്റെ തൊട്ടടുത്ത് ക്വീൻ ആയിരിക്കും. ക്വീനിൻ്റെ തൊട്ടടുത്ത് കിങ് ആയിരിക്കും. കിങ്ങിൻ്റെ അപ്പുറത്ത് ബിഷപ്പ്, നൈറ്റ്, പോണ്, റൂക്ക്. ഇതുപോലെയാണ് ഒരു ചെസ് പൊസിഷൻ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു കാര്യം മാത്രമാണ് ഉദ്ദേശിച്ചത്. എൻ്റെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ചെസ് ബോർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ നമ്മൾ ചെസ് നൊട്ടേഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ
ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.